ഞങ്ങൾ പോലീസ് ക്ലബിലെത്തുമ്പോൾ ഏതാണ്ട് എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ബൂട്ടുകളുടെ ആഴത്തിൽ പതിഞ്ഞ പാടുകളും റബ്ബർ ചെരുപ്പുകളുടെ അലസമായ ഉരഞ്ഞ പാടുകളും തുകൽ ചെരുപ്പുകളുടെ ചെരിഞ്ഞ പാടുകളും ഇടയ്ക്ക് ചെരുപ്പിടാത്ത പാദങ്ങളുടെ വിരൽപാടുകളും നിറഞ്ഞ് ഒരുപാട് പേർ കയറിയിറങ്ങിയതിൻ്റെ അടയാളങ്ങളുമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതുപോലെ കിടന്നു പുറത്തെ മണൽ വിരിച്ച മുറ്റം. വരാന്തയിൽ ആകെ അസ്വസ്ഥനായി ഒരാൾ നിന്നിരുന്നു. നെഞ്ചൊഴിഞ്ഞുകൊണ്ടുള്ള അയാളുടെ നിൽപ്പും നടപ്പും കണ്ടപ്പോൾ അയാൾ അവിടെ വീണുപോയേക്കുമെന്ന് എനിക്ക് തോന്നി. ക്ഷമിക്കണം, ചില കാര്യങ്ങൾ ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. കൃഷ്ണയുടെ അച്ഛന് കൃഷ്ണ ഒറ്റ മോളായിരുന്നു അല്ലേ?
അതെ. അമ്മ വന്നിട്ടില്ല. കൃഷ്ണയെ കൊണ്ടുപോയ അയൽവാസിയായിരുന്നു അല്ലേ? അയൽവാസി എവിടെ നിന്നോ വന്ന് അവിടെ കൂടിയവൻ. ആരറിഞ്ഞു ഇത്ര വലിയ ചതിയനാണെന്ന്? പ്രായത്തിനൊത്ത് ബുദ്ധി വയ്ക്കാത്ത കുട്ടിയായിരുന്നു എന്റെ മോള്. അതിനെ പറഞ്ഞു പറ്റിച്ചതാ. അവളുടെ പ്രായത്തിലുള്ള ഒരു മോള് അയാൾക്കും ഉണ്ടെന്നാ പറഞ്ഞത് മുഴുവനും ചതിയായിരുന്നു. നിങ്ങൾ കൂടി ചെല്ലൂ. അവരൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ പലതും ചോദിക്കും. കുട്ടി വിവരക്കേട് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേസിന്റെ മുന്നോട്ടുള്ള നടത്തിപ്പിനെയാണ് ബാധിക്കുക. എനിക്ക് വയ്യ. ഒരു കൊച്ചുകുട്ടി അവയവങ്ങളുടെ അർത്ഥമെന്തെന്ന് തിരിച്ചറിയാൻ പോലും ആകും മുൻപേ കടിച്ചു കീറപ്പെട്ട കാമത്തിന്റെ ബലിമൃഗം. അയാൾ ഒന്നും മിണ്ടിയില്ലെങ്കിലും ആ സമയത്ത് അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഇരമ്പി വന്ന് തൊണ്ടയിൽ കുരുങ്ങിയ ഒരു 100,000 വാക്കുകൾ ഞാൻ കേട്ടു. എൻ്റെ മോളെ എന്നൊരു തേങ്ങൽ എൻ്റെ ഉള്ളിലും അപ്പോൾ ഉയരുന്നത് ഞാനറിഞ്ഞു. അവളെ നോക്കാനുള്ള ശക്തിയില്ലാതെ അയാൾ അവിടെ ഒടിഞ്ഞു തൂങ്ങിയിരുന്നു. കുട്ടി കാലുകൾ ആവശ്യത്തിലേറെ അകത്തിയാണ് വെച്ചിരിക്കുന്നതെന്നും അത് അയാൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എനിക്ക് തോന്നി. കുട്ടി വീട്ടിൽ നിന്ന് പോയിട്ട് കുറെ നാളായല്ലോ. എവിടെ പോയതാ? ഞങ്ങളുടെ വീടിനടുത്തുള്ള കുട്ടിമാമനില്ലേ, ആ കുട്ടിമാമന്റെ കൂടെ പോയതാ. മോളെന്തിനാ അന്ന് കുട്ടിമാമന്റെ കൂടെ പോയത്? കുട്ടിമാമൻ വിളിച്ചപ്പോ വരുന്നില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഈ അച്ഛനെന്നെ വഴക്ക് പറഞ്ഞിട്ടാ ഞാൻ കുട്ടിമാമന്റെ കൂടെ പോയത്. മോളുടെ അങ്കിളിനും ആന്റിക്കും ആക്സിഡന്റ് പറ്റി ആശുപത്രിയില് കാണാൻ പോകാൻ അമ്മ പറഞ്ഞു. എനിക്ക് ആശുപത്രി പേടിയാ, ഞാൻ വരുന്നില്ല. നല്ല കുട്ടികളുടെ വീട്ടിലിരിക്കാം. വരുമ്പോ ഒരു പാവക്കുട്ടിയെ വാങ്ങിത്തരാൻ പറഞ്ഞു. അപ്പൊ അച്ഛനെന്നെ വഴക്ക് പറഞ്ഞു. പാവക്കുട്ടിയെ വെച്ച് കളിക്കാൻ നീ എന്താ കൊച്ചുകുട്ടിയാണോ? എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ കരഞ്ഞോണ്ടിരിക്കുമ്പോ ഇവരെന്നെ വീട്ടിലിട്ട് കൂട്ടിട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോ കുട്ടിമാമൻ വന്നു. കുട്ടിമാമൻ ചോദിച്ചു, മോൾ എന്തിനാ കരയണത്? ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് പാവക്കുട്ടിയെ വാങ്ങിത്തരില്ലാന്ന്. അപ്പൊ കുട്ടിമാമൻ പറയാ, കുട്ടിമാമന്റെ കൂടെ ചെന്നാല് എനിക്ക് ജീവനുള്ള പാവയെ തരാന്ന്. ജീവനുള്ള പാവക്കുട്ടിയോ? എന്നിട്ട് എന്നിട്ട് അമ്മ വീട് വിട്ട് താക്കോല് വെക്കണ സ്ഥലം ഞാൻ കുട്ടിമാമന് പറഞ്ഞു കൊടുത്തു. കുട്ടിമാമൻ അതെടുത്ത് വാതിൽ വന്നു. ഞാൻ കുട്ടിമാമന്റെ കൂടെ പോയി. എവിടെയൊക്കെ പോയി? ഒത്തിരി സ്ഥലത്തേക്ക് പോയി. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, അവിടെ നിന്നും വേറെ വേറെ ഞാൻ കണ്ടിട്ടില്ലാത്ത വലിയ വലിയ പട്ടണങ്ങളിലേക്കൊക്കെ പോയി. അച്ഛനെ അമ്മേനെ കാണണമെന്ന് തോന്നിയില്ലേ കുട്ടിക്ക്? അച്ഛനെ അമ്മയെ കാണുന്നു പറഞ്ഞ് കരഞ്ഞു. കുട്ടിമാമൻ വീട്ടില്ല. വേറെ ഒത്തിരി മാമന്മാര് വന്നു. അവരോടും പറഞ്ഞു. ആരും കേട്ടില്ല. പിന്നെ ഈ പോലീസ് മാമന്മാരാ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്.
അച്ഛനെയും അമ്മയെയും കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ കുട്ടിമാമൻ മോളെ ഉപദ്രവിച്ചോ? അച്ഛനെ അമ്മയെ കാണുന്നു പറഞ്ഞ് കരയുമ്പോ കുട്ടിമാമൻ എനിക്ക് ഒരു കൊഴുക്ക തിന്നാൻ തരും. അത് തിന്നാല് നല്ല രസമാ. പറഞ്ഞു പോണ പോലെ തോന്നും. പട്ടണത്തില് മോള് എന്തൊക്കെ കണ്ടു, എന്തൊക്കെ ചെയ്തു? അത് ചോദിച്ചവന്റെ മുഖത്തെ ഭാവം പോലെ അശ്ലീലമായ ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അവന് മാത്രമല്ല, മറ്റു ചിലർക്കും ഹരം പിടിച്ചു തുടങ്ങിയിരുന്നു. കഥയുടെ ഇനിയുള്ള ഭാഗങ്ങൾ സങ്കല്പിച്ചാകണം. ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ ഉള്ളിലൂടെ ഒരു കിടിലം പാഞ്ഞു. അപ്പോഴും ഞാൻ അയാളെ ശ്രദ്ധിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന നിമിഷങ്ങളെ അയാൾ എങ്ങനെ അതിജീവിക്കും?